നമസ്കാരം. മലയാളം മീഡിയ ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ പ്രതിവർഷം 1000 ടൺ സ്വർണമാണ് കച്ചവടം ചെയ്യപ്പെടുന്നത്. അതിന്റെ 30% കേരളത്തിന്റെ സംഭാവനയാണ്. 2016 ലോക ഗോൾഡ് കൗൺസിലിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ഒരു മധ്യവർഗ കുടുംബാംഗം ശരാശരി 320 ഗ്രാം സ്വർണം ധരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ധരിക്കുന്നത് കേവലം 180 ഗ്രാം സ്വർണമാണ്. കേരളത്തിലെ പ്രതിവർഷ സ്വർണ്ണ ഉപയോഗം 200 മുതൽ 300 ടൺ വരെ വരും. എന്നാൽ ഈ നടക്കുന്ന കച്ചവടത്തിന്റെ 65% നികുതി വലയ്ക്ക് പുറത്താണ് എന്നതാണ് സത്യം. സർക്കാർ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ട കണക്കിൽ 2022-23 സ്വർണ്ണ കച്ചവടത്തിന്റെ ടേൺ ഓവർ കേവലം 1,1668.96 കോടി മാത്രമാണ്. അതിൽ 80% വഹിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന മുൻനിര കച്ചവടക്കാർ. 2016 1 ഗ്രാം സ്വർണത്തിന്റെ വില 2820 രൂപ ആയിരുന്നപ്പോൾ 653 കോടി രൂപ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 1 ഗ്രാമിന് 6649 ആയിട്ടും സംസ്ഥാനത്തിന് ലഭിക്കുന്ന നികുതി വെറും 350 കോടി മാത്രമാണ്. അപ്പോൾ എക്കണോമിയുടെ വലിപ്പം 3 ഇരട്ടി വർദ്ധിച്ചിട്ടും നികുതി വളർച്ചയില്ല എന്നത് ഇതിൽ നിന്നും വ്യക്തം. അതേസമയം സ്വർണ്ണ വിൽപ്പനയിൽ നിന്നുള്ള നികുതി ശോഷണത്തെ കുറിച്ച് ചോദിച്ചാൽ ധനമന്ത്രിയുടെ മറുപടി അതിലും വിശേഷം. വാറ്റ് കാലത്ത് സ്വർണത്തിന്റെ നികുതി നിരക്ക് 5% ആയിരുന്നത് GST വന്നപ്പോൾ 3%. എന്നാൽ ഇതിൽ പകുതി കേന്ദ്രവുമായി പങ്കിടണമെന്നാണ് KN ബാലഗോപാൽ പറയുന്നത്. എന്നാൽ വാറ്റ് കാലത്ത് 5% നികുതി നിരക്കായിരുന്നുവെങ്കിലും സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിലനിന്നിരുന്ന പ്രത്യേക കോമ്പൻസേഷൻ സ്കീമിൽ നികുതി നിരക്ക് 1.25% ആയിരുന്നു. 90% അധികം വ്യാപാരികളും നികുതി അടച്ചിരുന്നത് ഈ സ്കീമിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നികുതി നിരക്ക് ഇരട്ടിയിലധികമായിട്ടുണ്ട്. കൂടാതെ സ്വർണ്ണവില 3 ഇരട്ടി കച്ചവടക്കാരുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്രയും സാഹചര്യം ഉണ്ടായിട്ടും നികുതി വരുമാനം 2016 സമാനമാണെന്ന കണക്ക് വിരൽ ചൂണ്ടുന്നത് നികുതി വകുപ്പിന്റെ പിടിപ്പുകേടിലേക്ക് തന്നെയാണ്.